ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ റെഫറൻസ് ഇലക്ട്രോഡ്സ്? Give examples for primary reference electrode and secondary reference electrodes and draw their diagram. എന്താണ് റെഫറൻസ് ഇലക്ട്രോഡ്? റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അവർ എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം? ബിക്കോസ് ദേ ആർ സ്റ്റേബിൾ ആൻഡ് ദേ ഹാവ് നോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവർക്ക് നോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവരെന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് റെഫറൻസ് ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. റെഫറൻസ് ഇലക്ട്രോഡ് എന്താ ചെയ്യുന്നത്? The reference electrode is used to measure the electrode potentials of other electrodes in a electrochemical cells. Electrochemical cellsലുള്ള മറ്റ് ഇലക്ട്രോഡ്സിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ് എന്ത്? നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡ്. റെഫറൻസ് ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താണ്? അത് സ്റ്റേബിളും ആയിരിക്കും. അതുപോലെ തന്നെ ദേ ഹാവ് നോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവർക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഐഡിയൽ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദേ ആർ കോൺസ്റ്റന്റ്. അവർ അത്രയും സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഐഡിയൽ റെഫറൻസ് ഇലക്ട്രോഡിന്റെ പ്രത്യേകത. അപ്പൊ റെഫറൻസ് ഇലക്ട്രോഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതെന്താണ്? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്തിനാ? ടു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് അതർ ഇലക്ട്രോഡ്സ് ഇൻ ഇലക്ട്രോകെമിക്കൽ സെൽസ്. ഇലക്ട്രോകെമിക്കൽ സെൽസിലുള്ള മറ്റ് ഇലക്ട്രോഡ്സിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ് റെഫറൻസ് ഇലക്ട്രോഡ്. അപ്പൊ റെഫറൻസ് ഇലക്ട്രോഡിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്. അപ്പൊ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ. അപ്പൊ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ നമ്മൾ എന്തെടുത്തു? HCl സൊല്യൂഷൻ എടുത്തു. ആ HCl സൊല്യൂഷൻക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലാറ്റിനം ഫോയിൽ, പ്ലാറ്റിനം കോട്ടഡ് പ്ലാറ്റിനം ഫോയിൽ, അങ്ങനെയാണ് പ്ലാറ്റിനം കോട്ടഡ് പ്ലാറ്റിനം ഫോയിൽ. ഇതാണ് നമ്മൾ പ്ലാറ്റിനം ഫോയിൽ. ഈ പ്ലാറ്റിനം ഫോയിൽ ഡിപ്പ് ചെയ്തിട്ട് അതെന്ത് ചെയ്തു? ഒരു പ്ലാറ്റിനം വയർ വഴി കണക്ട് ചെയ്തു. അതിന് ഇവിടെ നമ്മൾ ഒരു മെർക്കുറിയും വെച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഒരു ട്യൂബ് ഉണ്ടാവും. അതുവഴി നമ്മൾ പ്യുവർ ഹൈഡ്രജൻ അറ്റ് 1 atm പ്രഷറുള്ള പ്യുവർ ഹൈഡ്രജൻ എന്ത് ചെയ്യാണ്? പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഡയഗ്രാം. എന്താണ്? ആദ്യം ഒരു സൊല്യൂഷൻ, ഒരു ബീക്കറിൽ എന്ത് ചെയ്യും? HCl സൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും. അതിൽക്ക് എന്ത് ചെയ്യും? നമ്മൾ പ്ലാറ്റിനം കോട്ടഡ് പ്ലാറ്റിനം ഫോയിൽ ഡിപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതൊരു പ്ലാറ്റിനം വയർ വഴി കണക്ട് ചെയ്യും. പ്ലാറ്റിനം വയർ വഴി കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? അതിന്റെ ഈ സൈഡിൽ ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിൽ കൂടെ നമ്മൾ പ്യുവർ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 atm പ്രഷർ ഉള്ളത് പമ്പ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഡയഗ്രാം. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ്. ആദ്യം എന്ത് ചെയ്യാം? ഒരു ബീക്കറിൽ സൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് പ്ലാറ്റിനം ഫോയിൽ ഡിപ്പ് ചെയ്യുക, പ്ലാറ്റിനം ഫോയിൽ ഒരു പ്ലാറ്റിനം വയർ വെച്ച് കണക്ട് ചെയ്യുക. അതിന്റെ ഇവിടെ ആയിട്ടൊരു എന്തുണ്ടാവും? മെർക്കുറി ഉണ്ടാകും. പിന്നെ അതിന്റെ സൈഡിൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് പമ്പ് ചെയ്യാനുള്ള ഒരു സൈഡ് ട്യൂബ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഓക്കെ, ഇതാണ് ഡയഗ്രാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഡയഗ്രാം. സിമ്പിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാലമൽ ഇലക്ട്രോഡ്. കാലമൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഷേപ്പിലാണ് വരുന്നത്. ഇതിൽ എന്താണ്? ഒരു താഴെ തന്നെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആ ഗ്ലാസ് ട്യൂബിൽ എന്താണ്? മെർക്കുറി ആണുള്ളത്, Hg. ഗ്ലാസ് ട്യൂബിൽ എന്താണുള്ളത്? മെർക്കുറി ഉണ്ടാകും. അതിന്റെ മേലത്തെ ലെയർ, ഈ ഗ്ലാസ് ട്യൂബിന്റെ മേലുള്ള ലെയറിൽ നമ്മൾ എന്തുണ്ട്? മെർക്കുറസ് ക്ലോറൈഡ് Hg2Cl2 ഫിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? Hg2Cl2 ഫിൽ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്ലാറ്റിനം വയർ വഴി മെർക്കുറിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ മെർക്കുറി എന്തിനായി ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസിനാണ് നമ്മൾ ഇവിടെ ഈ മെർക്കുറി ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മെർക്കുറി ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ള സ്പേസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണുള്ളത്? ആദ്യം നമ്മുടെ കാലമൽ ഇലക്ട്രോണിന്റെ ഡിപ്പിൽ എന്തുണ്ട്? ഡിപ്പിൾ മെർക്കുറി ഉള്ള ഒരു ഗ്യാസ് ട്യൂബ് ഉണ്ട്. അതിന്റെ നേരത്തെ മുകളിലത്തെ ലെയറിൽ എന്തുണ്ട്? Hg2Cl2 മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ സാച്ചുറേറ്റഡ് KCl ഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ Hg2Cl2 മെർക്കുറസ് ക്ലോറൈഡ് ഒരു പ്ലാറ്റിനം വയർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് ട്യൂബിൽ എന്താണുള്ളത്? സൈഡ് ട്യൂബ് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരു സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഇവിടെ എന്താണ്? ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജിക്കാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് എന്ത്?
നമ്മുടെ കാലമൽ ഇലക്ട്രോഡ്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണ് കാലമൽ ഇലക്ട്രോഡ്. അതിന്റെ താഴെ എന്താണ്, മെർക്കുറി ഉണ്ട്. അതിന്റെ മുകളിലത്തെ ലെയറിൽ നമുക്ക് മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്. പിന്നെ എന്താണ്, ആ മെർക്കുറസ് ക്ലോറൈഡ് കൂടി ഒരു പ്ലാറ്റിനം വയർ വഴി മെർക്കുറി കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ ആ വയർ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്പേസിലൊക്കെ നമ്മൾ എന്തുണ്ട്, സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് ട്യൂബ് വഴി എന്താണ്, ഒരു സോൾട്ട് ബ്രിഡ്ജിക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡ്. അപ്പൊ ഫസ്റ്റ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണെങ്കിൽ നോക്കുക, അതിലെന്താണ് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻക്കാണ് നമ്മുടെ പ്ലാറ്റിനം ഫോയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെയല്ല, അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് കാലമൽ ഇലക്ട്രോഡ്. അപ്പൊ രണ്ടിന്റെയും ഡയഗ്രാം പഠിക്കുക, അതെന്താണെന്ന് പഠിക്കാം. അതുപോലെ തന്നെ വാട്ട് ഈസ് റെഫറൻസ് ഇലക്ട്രോഡ്, ഇതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. നമുക്ക് 8th ക്വസ്റ്റ്യൻക്ക് പോവാം. 8th ക്വസ്റ്റ്യൻ എന്താണ്, കമ്പയർ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആൻഡ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. ഇലക്ട്രോ പ്ലേറ്റിംഗും ഇലക്ട്രോലെസ് പ്ലേറ്റിംഗും തമ്മിലുള്ള കമ്പയർ ചെയ്യാനും. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽ പ്ലേറ്റിംഗ് ആണ്. മെറ്റൽ പ്ലേറ്റിംഗ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബൈ ദ യൂസ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കെമിക്കൽ റിയാക്ഷൻസിൽ മെറ്റൽ പ്ലേറ്റിംഗ് നടത്തുന്നതിനാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയാം. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോഴോ അതും മെറ്റൽ പ്ലേറ്റിംഗ് തന്നെയാണ്. മെറ്റൽ പ്ലേറ്റിംഗ് ബൈ ദ യൂസ് ഓഫ് ദ ഡെപ്പോസിറ്റ് ഓഫ് വൺ ലെയർ ഓഫ് മെറ്റൽ ഓൺ ദി സർഫസ് ഓഫ് അതർ ലെയർ. ഈ ഒരു മെറ്റലിന്റെ ഒരു ലെയറിൽ എന്താണ് വേറൊരു മെറ്റൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് ആകുമ്പോൾ ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻസിൽ മെറ്റൽ പ്ലേറ്റിംഗ് നടത്താം. ഇലക്ട്രോലെസ് എന്ന് പറയുമ്പോഴോ മെറ്റൽ പ്ലേറ്റിംഗ് തന്നെ ബൈ ഡെപ്പോസിറ്റിംഗ് ദ ലെയർ ഓഫ് വൺ ലെയർ ഓഫ് എ മെറ്റൽ ഓൺ ദി സർഫസ് ഓഫ് അതർ ലെയർ മെറ്റൽ. വേറെ മെറ്റലിന്റെ സർഫസിൽ ഒരു മെറ്റൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിലാണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. അപ്പൊ ഇലക്ട്രോ പ്ലേറ്റിംഗും ഇലക്ട്രോലെസ് പ്ലേറ്റിംഗും. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ മെറ്റൽ പ്ലേറ്റിംഗ് പ്രോസസ് വിച്ച് ഇൻവോൾവ് ദ യൂസ് ഓഫ് ഇലക്ട്രിക് കറന്റ് ടു ഡ്രൈവ് ദ കെമിക്കൽ റിയാക്ഷൻ ഫോർ പ്ലേറ്റിംഗ്. ഓക്കെ, ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാലോ എ മെറ്റൽ പ്ലേറ്റിംഗ് in which chemical reactions are involved by the deposit of one layer of metal on the surface of the other metal. Okay, ഒരു മെറ്റലിനെ മറ്റു മെറ്റലിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗിന് എന്ത് വേണം, ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് വേണം. പക്ഷെ ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിനോ എക്സ്റ്റേണൽ പവർ സോഴ്സ് വേണ്ട. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണ്, കണ്ടക്റ്റീവ് മെറ്റീരിയൽസിനാണ് യൂസ് ചെയ്യാം. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗോ കണ്ടക്റ്റീവും നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽസിനും ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ കാറ്റലിറ്റിക് പ്രോസസ് ആണ്. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗോ ഇറ്റ് ഇസ് എ കാറ്റലിറ്റിക് പ്രോസസ്. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഏതാണ്, നല്ല ഹൈ ഓപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്. പക്ഷെ ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിനോ ലോ ഓപ്പറേഷൻ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എവിടേക്കാണ് യൂസ് ചെയ്യാം, ഡെക്കറേറ്റീവ് ഐറ്റംസിനും അതുപോലെ തന്നെ വെഹിക്കിൾസിന്റെ വിയർ റെസിസ്റ്റൻസ് ഓഫ് വെഹിക്കിൾസിന്റെ വിയർ റെസിസ്റ്റൻസിന് അതുപോലെ ഡെക്കറേറ്റീവ് മെറ്റീരിയൽസിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഉപയോഗിക്കാം. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് എവിടെയാണ് ഉപയോഗിക്കാം, കോട്ടിംഗ് ഓഫ് കോംപ്ലക്സ് ഷേപ്ഡ് ഒബ്ജക്ട്സ്. കോംപ്ലക്സ് ഷേപ്ഡ് ഒബ്ജക്ട്സിനെ കോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരാണ്, ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. അപ്പൊ ഇലക്ട്രോ പ്ലേറ്റിംഗും ഇലക്ട്രോലെസ് പ്ലേറ്റിംഗും കമ്പയർ ചെയ്ത് പഠിക്കാം. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കറണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റലിന്റെ സർഫസിൽ മറ്റേ മെറ്റൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ പവർ സോഴ്സ് വേണ്ടത് ആർക്കാണ്, ഇലക്ട്രോ പ്ലേറ്റിംഗിന്. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിനോ എക്സ്റ്റേണൽ പവർ സോഴ്സിന്റെ ആവശ്യമില്ല. പിന്നെ ഇത് കണ്ടക്റ്റീവ് മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗോ കണ്ടക്റ്റീവും നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽസിന് ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നോൺ കാറ്റലിറ്റിക് പ്രോസസ് ആണ്. അപ്പൊ കാറ്റലിറ്റിക് പ്രോസസ് ഏതാണ്, ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് ആണ്. അങ്ങനെ കമ്പയർ ചെയ്തതിന്റെ ഇത് പഠിക്കാം. ഇതിലൊരു 3-4 പോയിന്റെങ്കിലും പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു പ്രോബ്ലം ആണ്. റൈറ്റ് ദ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് ആൻഡ് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് EMF of the cell formed by silver and aluminum electrodes given that E0 Ag plus A bar Ag is equal to 0.8 volt and E0 അലുമിനിയത്തിന്റെ എത്ര തന്നിട്ടുള്ളത് -1.66 volt. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, നല്ല സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ആനോഡും കാഥോഡും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്, E0 Ag പ്ലസ് Ag ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്, 0.8ഉം E0 Al3 പ്ലസ് പെർ Al എത്ര തന്നിട്ടുണ്ട്, -1.66ഉം തന്നിട്ടുണ്ട്. ഓക്കെ,
ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആനോഡ് കണ്ടുപിടിക്കണം, കാഥോഡ് കണ്ടുപിടിക്കണം, പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് EMF മെഷർ ചെയ്യും വേണം. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. റിഡക്ഷൻ എപ്പോഴും നടക്കാർക്കാണ് ഹൈ പോസിറ്റീവ് അല്ലെങ്കിൽ ലെസ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് എന്ത് നടക്കുക? റിഡക്ഷൻ. ആ പോയിന്റ് ഓർത്ത് വെക്കുക. റിഡക്ഷൻ എപ്പോഴും ആർക്കാണ് നടക്കുക? ഹൈ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ലെസ് നെഗറ്റീവ്. ഹൈ പോസിറ്റീവ് അല്ലെങ്കിൽ ലെസ് നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല, ഹൈ പോസിറ്റീവ് അല്ലെങ്കിൽ ലെസ് നെഗറ്റീവ്. അപ്പം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് റിഡക്ഷൻ നടക്കുക. അപ്പൊ നമുക്ക് നോക്കാം, ഇതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ആളാരാണ്? നമ്മുടെ സിൽവറിന്റെ ആളാണ്. അപ്പൊ ഇവർക്ക് എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും അല്ലേ? റിഡക്ഷൻ ആർക്കാണ് എപ്പോഴും നടക്കുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് എപ്പോഴും നടക്കുക? നമ്മുടെ കാഥോഡിനാണ് എപ്പോഴും റിഡക്ഷൻ നടക്കുക. അപ്പോൾ ഓക്സിഡേഷൻ ആർക്കാണ്? ആനോഡിനാണ് ഓക്സിഡേഷൻ നടക്കുക. ഇത് ആലോചിച്ച് വെക്കുക. റിഡക്ഷൻ എപ്പോഴും ആർക്കാണ്? കാഥോഡിന്. ഓക്സിഡേഷനോ? ആനോഡിന്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ എഴുതാൻ പറ്റും. റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാണ്. അപ്പം Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗിവ്സ് Ag. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് അത് എന്തായി മാറി? Ag ആയി മാറി. ഇവിടെ ഒരു ഇലക്ട്രോൺ 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെടാണ്. അപ്പൊ Al എന്താണ്? അലുമിനിയത്തിന് 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ട് അത് Al3+ ആയി മാറാണ്. ഇതാണ് ഇത്. അപ്പൊ നമുക്ക് ഇതിൽ ആനോഡും കാഥോഡും കിട്ടി. അപ്പൊ ആനോഡ് ആരാണ്? അലുമിനിയം. കാഥോഡോ? സിൽവർ. അപ്പൊ ഫസ്റ്റ് അത് കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? സ്റ്റാൻഡേർഡ് EMF കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്റ്റാൻഡേർഡ് EMF കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് EMF കാണാൻ E0 സെൽ ഈസ് ഈക്വൽ ടു എന്താണ്? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിൽ ആരാണ് കാഥോഡ്? ഇതിൽ കാഥോഡ് നമ്മുടെ സിൽവർ ആണ്. അപ്പൊ സിൽവറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര തന്നിട്ടുള്ളത്? 0.8 വോൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.8 മൈനസ്, പിന്നെ നമ്മളെ ആനോഡ് ആരാണ്? അലുമിനിയം. അലുമിനിയത്തിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര? -1.66. അത് ഇവിടെ കൊടുക്കാം. -1.66. അപ്പോൾ ജസ്റ്റ് ഇത് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസും മൈനസും പ്ലസ് ആവും. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈസി സ്റ്റാൻഡേർഡ് EMF കിട്ടി. അപ്പൊ എത്രയാണ്? 2.46 വോൾട്ട്. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ E0 സെൽ, അതായത് സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. കാഥോഡ് ആനോഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കിട്ടി. ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ കാഥോഡ് ആനോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്ന പോയിന്റ് എന്താണ്? മോർ പോസിറ്റീവ് ലെസ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാണ് എന്ത് നടക്കുക? റിഡക്ഷൻ. നോക്കാം, മോർ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാണ് എന്ത് സംഭവിക്കുക? റിഡക്ഷൻ. ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടിയത്? ഇതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ആള് 0.8 വോൾട്ട് ഉള്ള സിൽവർ ആണ്. അങ്ങനെയാണ് നമ്മൾക്ക് ഇതിൽ കാഥോഡും ആനോഡും കിട്ടിയത്. ആ കാഥോഡും ആനോഡും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് എല്ലാതും കഴിഞ്ഞില്ല. ആനോഡ് കണ്ടുപിടിച്ചു, കാഥോഡ് കണ്ടുപിടിച്ചു, സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിച്ചു. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, നല്ല സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഒറ്റ പോയിന്റ് ആലോചിച്ചാൽ മതി. മോർ പോസിറ്റീവ് ലെസ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്ക് റിഡക്ഷൻ സംഭവിക്കും. റിഡക്ഷൻ നടക്കുന്ന ആൾ ആരാണ്? കാഥോഡ് ആണ്. അപ്പൊ കാഥോഡും ആനോഡും കിട്ടി. പിന്നെ ഇത് കിട്ടുമല്ലോ, സ്വാഭാവികമായിട്ടും സ്റ്റാൻഡേർഡ് EMF ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ കിട്ടും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മോർ പോസിറ്റീവ് ലെസ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാണ് എന്ത് വർക്കുക? റിഡക്ഷൻ. സോ താങ്ക് യു.